നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റേഷൻ വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടുകൂടിയാണ് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായതെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ. യൂട്യൂബർ മണവാളനെ ജയിലധികൃതർ ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുകയും അനുവാദമില്ലാതെ മുടിയും താടിയും മുറിച്ച് കളയുകയും ചെയ്തതായി മാതാപിതാക്കൾ. ഇത് സംബന്ധിച്ച് ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയതായി കുടുംബം. രാജ്യത്തിന്റെ തലയ്ക്കുമിത് വർഗീയത നടമാടുമ്പോൾ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ, മാനവികതയുടെ, മതനിരപേക്ഷതയുടെ സന്ദേശം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് സിലബസും പഠിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി അഞ്ചുമൂലയിൽ റോഡിൽ നിർമ്മാണം നടക്കുന്ന കലുങ്ക് പാലത്തിന്റെ കുഴിയിൽ ബൈക്ക് വീണ യാത്രക്കാരന് പരിക്ക്. ഗുരുതര പരിക്കേറ്റ പെരിന്തൽമണ്ണ സ്വദേശിയായ വൈഷ്ണവനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂചനാ ബോർഡ് സ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. റേഷൻ വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുവാൻ നിർബന്ധിതരായതെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ അറിയിച്ചു. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ, ഭക്ഷ്യമന്ത്രി GR അനിൽ എന്നിവരുമായാണ് വ്യാപാരികൾ ചർച്ച നടത്തിയത്. വേതന വർധനവ് ഒഴികെയുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയും വേതന വർധനവ് സംബന്ധിച്ച് 3-അംഗ സമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടത്തി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പരിഗണിക്കാമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്കിൽ നിന്നും പിന്മാറണമെന്നും മന്ത്രിമാർ യോഗത്തെ അറിയിച്ചു. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ തിങ്കളാഴ്ച മുതൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ടു പോകാൻ സംഘടനകൾ തീരുമാനിക്കുകയായിരുന്നു. റേഷൻ കട നടത്തിക്കൊണ്ടുപോകാൻ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികൾ സമരത്തിനിറങ്ങിയതെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചുണ്ടൽ വ്യക്തമാക്കി. കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും ജനുവരി 27 മുതൽ അനിശ്ചിതകാലത്തേക്ക് കട അടച്ചിടുകയാണ്. കാലോചിതമായി വേതന പാക്കേജ് പരിഷ്കരിക്കാതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. തുടർന്നു കൊണ്ടുപോകുവാൻ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ 7 വർഷമായി പ്രഖ്യാപിക്കാതെ നിൽക്കുന്ന വേതന പാക്കേജ് പുനഃപരിഷ്കരിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും റേഷൻ വ്യാപാരികളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റേഷനരി ഓരോ വർഷം കഴിയും തോറും വെട്ടിക്കുറയ്ക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. 2016 ശേഷം റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുന്നതിന് സർക്കാർ തയ്യാറായിട്ടില്ലെന്നും സെബാസ്റ്റ്യൻ ചുണ്ടൽ കൂട്ടിച്ചേർത്തു. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുന്നത്. 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയ രാജ്യം. ഞായറാഴ്ച കർത്തവ്യ പഥിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോ മുഖ്യാതിഥിയായി. പരേഡുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിനെ മാറ്റേകും. ഓരോ വർഷവും ഒരു പ്രത്യേക പ്രമേയം അടിസ്ഥാനമാക്കിയാണ് നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നതാണ്. ഇത്തവണത്തെ പരേഡിൽ 15 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പങ്കെടുക്കുക. ഇതിനു പുറമെ വിവിധ മന്ത്രാലയങ്ങളും തങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിലാണ്. പാർലമെന്റ് ഉൾപ്പെടെ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് വിദേശ പ്രതിനിധികളടക്കം രാജ്യതലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരും പതാക ഉയർത്തും. വിവിധ സർക്കാർ, കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും പതാക ഉയർത്തും. രാജ്യത്തിന്റെ തലയ്ക്കുമിത് അപകടകരമാം വിധം വർഗീയത നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ, മാനവികതയുടെ, മതനിരപേക്ഷതയുടെ സന്ദേശം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് സിലബസും പഠിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. പുന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിന്റെയും സ്കൂൾ വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പലതും 1 മുതൽ 4 വരെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഓരോ ശരീരാണുവിലും മതത്തിന്റെ എല്ലാ നിറവ്യത്യാസങ്ങളും മറന്നുകൊണ്ട് മലയാളി ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയ്ക്കായി അവരെ പ്രാപ്തമാക്കുക എന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനേക്കാൾ ഉപരിയായി എല്ലാം സംസാരിക്കാൻ കഴിയുന്ന
ഒരു പുതിയ തലമുറ നമുക്ക് സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ LP സ്കൂളിലെ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ ഓരോ ശരീരാണുവിലും ഉണ്ടാകേണ്ടത് ഈ സ്കൂളിന് വേണ്ടി ഭൂമി തന്നയാൾ, ഈ സ്കൂൾ പണിയുമ്പോൾ ഒരു സ്ഥാപനം, ഒരു ആരാധനാലയം മുഴുവൻ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവർ, തങ്ങളുടെ അമ്പലനട ഇനി മുതൽ ഈ സ്കൂളിന്റെ പണി തീരും വരെ അതിന്റെ സാമഗ്രികൾ ഇറക്കി വെക്കാനുള്ള ഇടമാണെന്ന് പ്രഖ്യാപിച്ച ആളുകൾ ലോകത്തിന്റെ മുമ്പിൽ മലയാളി അവതരിപ്പിക്കുന്ന മതനിരപേക്ഷതയുടെ അടയാള വാക്കായി ഈ പുന്നയൂർ LP സ്കൂൾ കാലങ്ങളോളം നമ്മുടെ മനസ്സുകളിൽ. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ് തുടങ്ങി വാർഡംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ സ്കൂൾ നിർമ്മാണ കാലയളവിൽ സൗജന്യമായി പുന്നയൂർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ അവസരമൊരുക്കിയ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സൈനുദ്ദീൻ ഹാജിയെയും നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കുവാനിടം നൽകിയ കുമരങ്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സെക്രട്ടറി CP രാജനെയും കരാറുകാരൻ മുഹമ്മദ് മുത്തു ഇബ്രാഹിം എന്നിവരെയും ആദരിച്ചു. തുടർന്ന് സ്കൂൾ വാർഷികാഘോഷ ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് സുധീർ ഇച്ചിത്തറയിൽ, പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, പുന്നയൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK പ്രഭാവതി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജുഷ റിപ്പോർട്ട് അവതരണം നടത്തി. ഗുരുവായൂർ MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 99.5 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയാണ് 10 മാസം കാലാവധിയോടുകൂടി 2554 സ്ക്വയർ ഫീറ്റിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 ക്ലാസ് മുറികളും ഓഫീസ് റൂം, ടോയ്ലറ്റ്, വരാന്ത, സ്റ്റെയർ കേസ് റൂം ഉൾക്കൊള്ളിച്ച് RCC ഫ്രെയിംഡ് സ്ട്രക്ചറായാണ് നിർമ്മാണം പ്രാവർത്തികമാക്കിയത്. ഇതിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിനായി സംസ്ഥാന ബജറ്റിൽ 1 കോടി അനുവദിച്ചിട്ടുണ്ട്. 3 ക്ലാസ് മുറികളോടുകൂടി 2ാം നിലയിലെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കടവലൂർ കൊരട്ടിക്കരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികരായ യുവാക്കൾക്ക് പരിക്കേറ്റു. വടക്കുമുറി സ്വദേശികളായ നെയ്യൻ വീട്ടിൽ 16 വയസ്സുള്ള ലിയോൺ, മങ്ങാട്ടുപറമ്പിൽ 13 വയസ്സുള്ള അൻസിൽ, ഐക്യപ്പാടത്ത് 14 വയസ്സുള്ള മുഹമ്മദ് റാഫിദ് എന്നിവർക്കാണ് പരിക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയത്തിന് മുൻപിലായിരുന്നു അപകടം. പൊന്നാനിയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന പൊന്നാനി സ്വദേശി സഞ്ചരിച്ച കാറിൽ കിങ്സ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ നിന്ന് നടന്നിരുന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കടവലൂർ സ്വദേശികൾ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് റാഫിദിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. യൂട്യൂബർ മണവാളനെ ജയിൽ അധികൃതർ ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുകയും അനുവാദമില്ലാതെ മുടിയും താടിയും മുറിച്ചു കളയുകയും ചെയ്തതായി മാതാപിതാക്കൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയതായും കുടുംബം അറിയിച്ചു. മണവാളൻ എന്നറിയപ്പെടുന്ന ഷഹീൻ ഷായെ വിയ്യൂർ ജയിലിൽ വെച്ച് അതിക്രൂരമായി ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. കൈയും കാലും ബലമായി ചവിട്ടിപ്പിടിച്ച് മുടിയും താടിയും മുറിച്ചു കളഞ്ഞുവെന്നും നിക്സൺ എന്ന ജയിൽ ഉദ്യോഗസ്ഥനും കണ്ടാലറിയാവുന്ന 2 ഉദ്യോഗസ്ഥരും ചേർന്ന് വർഗീയ പരാമർശങ്ങൾ നടത്തിയാണ് മകനെ ആക്രമിച്ചതെന്ന് മണവാളന്റെ മാതാപിതാക്കളായ റായിഷയും നൌഷാദും ആരോപിച്ചു. അത് കണ്ട് ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശയും ട്രിം ചെയ്ത് മുറിച്ച് മാറ്റിയത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുകയുണ്ടായത് എന്തുണ്ടായി മോനെ. അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് 2 ആള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ അവന് കുഴഞ്ഞു വീണ് നോക്കുമ്പോ അവരെ വീണ്ടും അവരോടൊന്ന് കുത്തിപ്പിടിച്ചിട്ടാണ്, പിന്നെ പെരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ്, ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി മീശയൊക്കെ മുറിക്കുന്നത്. തലമുടി സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട മാസ്റ്റർ ബ്രാൻഡായി വളർത്തുന്നതാണ്. ജയിൽ ചട്ടപ്രകാരം ഇത്തരത്തിൽ റിമാൻഡ് പ്രതികളുടെ മുടി മുറിക്കാൻ വകുപ്പില്ലെന്നും ഇവർ പറഞ്ഞു. ജയിലിന് മുന്നിൽ റീൽസ് എടുത്തിട്ടില്ലെന്നും മറ്റാരോ എടുത്ത വീഡിയോ മാധ്യമങ്ങൾക്ക് നൽകുകയായിരുന്നുവെന്നും പിതാവ് നൌഷാദ് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ഒരാൾക്കും ഇത് അയച്ചു കൊടുത്തിട്ടില്ല, ഞാൻ പുറത്തു വിട്ടിട്ടില്ല. അതേസമയം തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ല, ഏതോ ഒരാൾ അവിടെ നിന്ന് എടുത്തു, ബാക്കിൽ നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയിൽ കാണാം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ആയിരിക്കാം.
ഞാൻ അറിഞ്ഞിട്ടില്ല ആ സംഭവം. ഞാൻ എൻ്റെ മകൾക്ക് തൃശ്ശൂരിൽ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ടു. എൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ഭാര്യ, മകനൊക്കെ ഉള്ള ഗ്രൂപ്പുണ്ട്. 6 ആളായിട്ടുള്ളൂ, ഫാമിലി ഗ്രൂപ്പ്. എൻ്റെ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞാൽ ഇക്കാർക്ക് ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, കണ്ടില്ല ജയിലിൽ പോകുമ്പോഴും ഒന്നിലിട്ടില്ല. ഏപ്രിൽ 19 നടന്ന സംഭവത്തിൽ കേസിൽ ആരോപിക്കും വിധമല്ല കാര്യങ്ങൾ നടന്നതെന്നും മകൻ മദ്യപിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളല്ല. മുടി മുറിച്ച ശേഷമാണ് മാനസിക ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചത്. ഇതോടെ ഷഹീൻ ഷായെ മാനസിക ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അസുഖമില്ലാത്തതിനാൽ മരുന്ന് നൽകുന്നില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതായും ഇവർ കൂട്ടിച്ചേർത്തു. വൈകുന്നേരം തന്നെ ഇവന്റെ മുടി മുറിക്കാനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. ഒരു തടവുകാരനാണ് മുടി മുറിക്കാൻ വന്നത്. ഇവന്റെ വിഷമോ ടെൻഷനും ഇതൊക്കെ കണ്ട ശേഷം ആ തടവുകാരൻ പറഞ്ഞു, ഓക്കെ നമുക്ക് സൂപ്രണ്ടിനോട് ചോദിച്ചിട്ട് ചെയ്താൽ പോരെ എന്ന് വെച്ചാൽ അയാള് മാറിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഇവനെ പിടിച്ചു വെച്ചിട്ട് ഇതാക്കിയിട്ടാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. എനിക്ക് അപേക്ഷ വെക്കാനുള്ള ടൈം തരണോ, എനിക്ക് സിനിമന്റെ ഷൂട്ടിംഗ് അടുത്ത മാസത്തേക്ക് ഞാൻ ഒന്നെടുത്താണ്, എന്റെ കല്യാണം എടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ, കാരണം അതൊരിക്കലും കട്ട് ചെയ്യാൻ കത്രിക കൊണ്ടാ പറഞ്ഞത്, ഇത് ഡ്രിമ്മർ കൊണ്ടാ വന്നിട്ടുള്ളത്. അപ്പൊ മുടി മുറിക്കുക എന്നുള്ള അവർ ഉദ്ദേശമാണെങ്കിൽ ആ മുടി മുറിച്ചോട്ടെ, പക്ഷെ ഈ ഇത്ര ഷോർട്ടാക്കിയിട്ട് ഡ്രിം ചെയ്ത് കളയാൻ ഒരാവശ്യം അവിടെ ഇല്ല. ജയിലിൽ നേരിട്ട മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ മുഖ്യമന്ത്രി, DGP, ജയിൽ DGP, മനുഷ്യാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയതായും ഹൈക്കോടതിയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയതായും മാതാപിതാക്കൾ വ്യക്തമാക്കി. വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന രക്ഷിതാക്കളുടെ പരാതിയിൽ യുവാവിനെ പോക്സോ ചുമത്തി വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ദലാകുന്ന് കിണർ മേച്ചോട് 32 വയസ്സുള്ള രമേശിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ ഒളിവിൽ പോയി. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ സ്റ്റേഷനിൽ ഹാജരായി പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി അഞ്ചുമൂലയിൽ റോഡിലെ നിർമ്മാണം നടക്കുന്ന കലുങ്ക് പാലത്തിന്റെ കുഴിയിൽ ബൈക്ക് വീണ യാത്രക്കാരന് പരിക്കേറ്റു. പെരിന്തൽമണ്ണ സ്വദേശിയായ വൈഷ്ണവ് ഓടിച്ചിരുന്ന ബുള്ളറ്റാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 8:30ഓടെയാണ് അപകടമുണ്ടായത്. പാലം നിർമ്മാണത്തിന്റെ സൂചനാ ബോർഡ് സ്ഥാപിക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. നെല്ലുവായ് പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. റോഡിലെ പല ഭാഗങ്ങളിലും കലുങ്ക് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. റോഡിന്റെ ഒരു വശം പൊളിച്ച് കുഴിയെടുത്താണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. മറുവശത്തുകൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ നിർമ്മാണം നടക്കുന്ന ഭാഗം ബ്ലോക്ക് ചെയ്യുകയോ സൂചനാ ബോർഡ് സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. പട്ടാമ്പി ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുകയായിരുന്നു വൈഷ്ണവ്. കുഴി കാണാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. സാരമായി പരിക്കേറ്റ വൈഷ്ണവിനെ ആദ്യം മെഡിക്കൽ കോളേജിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബോർഡ് സ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ചൊവ്വന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്യാമ്പയിന്റെ ഉദ്ഘാടനം പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. PTA പ്രസിഡന്റ് സാബു ഐനൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷാജൻ മാസ്റ്റർ ഭരണഘടനാ പ്രഭാഷണം നിർവഹിച്ചു. പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, G സോണി, S മിനി, KK മിനി, കീർത്തന എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ നിർമ്മാണം, ഉപന്യാസം, പ്രസംഗം, ചിത്രം വര, ക്വിസ് എന്നീ മത്സരങ്ങൾ ഉണ്ടായി. പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നതിനെ കമ്മ്യൂണിറ്റി കൊണ്ട് പകരം വയ്ക്കാനുള്ള ഫാസിസ്റ്റ് തന്ത്രം ഇന്ത്യയിൽ ഫലപ്രദമായി ജനാധിപത്യത്തിന്റെ മറപറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് സുനിൽ P. ഇളയടം. കുന്നംകുളം ഉപജില്ലയും വിവിധ സാംസ്കാരിക സംഘടനകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ വരും. ഒരാൾ പോലും ഇല്ല. നിങ്ങളൊരു നേരത്തെ ഗോപിയുടെ പറഞ്ഞില്ല, മുഴുവൻ മുസ്ലിങ്ങളെ ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് 25-30 കോടി മനുഷ്യരുണ്ട്. അവരെ ഈ നാട്ടിൽ നിന്ന് ആറ്റിപ്പായിക്കണം എന്ന് പറയാൻ ഒരാൾക്കും മടിയില്ലാതാവുന്ന, അതെത്രയും സ്വാഭാവികമായി തീരുന്ന ഒരു രാജ്യമായി ഇത് മാറി. നിങ്ങളുടെ വീട്ടിൽ പശുമാംസം ഉണ്ടെന്നുള്ളത് നിങ്ങളെ കൊല്ലാനുള്ള ഒരു അവകാശമാണ് എന്ന് കരുതുന്ന ഒരു രാജ്യമായിട്ട് ഇത് മാറി. ജനുവരി 30 ഗാന്ധിയുടെ കോലമുണ്ടാക്കി അതിൽ നിറയൊഴിച്ച് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ തല മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചിത്രപ്രദർശനം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു.
വൈകിട്ട് 4 മണിക്ക് PK ശ്രീരാമൻ ആമുഖ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ റിയാസ് കോമ എഴുതിയ ഭരണഘടനയിലെ കല എന്ന പുസ്തക പ്രകാശനം PM ആരതി നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ NSS വളണ്ടിയർ ലീഡർ ആദിഷ പുസ്തകം ഏറ്റുവാങ്ങി. തുടർന്ന് സംഗീത കച്ചേരി നടത്തിയ TM കൃഷ്ണയെ MP നാരായണൻ പരിചയപ്പെടുത്തി. കവിയും എഴുത്തുകാരനുമായ VM ഗോപികൃഷ്ണൻ സംസാരിച്ചു. ജനുവരി 17-ന് സെന്റ് MMC UP സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരി മത്സരത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വിവിധ സംഘടനകളായ ഫേസ്, റീഡേഴ്സ് ഫോറം, കഥകളി ക്ലബ്ബ്, ഫിലിം ക്ലബ്ബ്, നാടകവേദി, ആറ്റുവേല വാട്സപ്പ് വേദി എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് പരിപാടികൾ നടത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആശയം ഉയർത്തി ഫേസ്, റീഡേഴ്സ് ഫോറം, ഞാറ്റുവേല വാട്സപ്പ് ഗ്രൂപ്പ് എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് ഭരണഘടനാ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഭരണഘടനയുടെ കലയും ചരിത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ റിയാസ് കോമു, PN ഗോപികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ MV നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഭരണഘടനയെക്കുറിച്ച് കുന്നംകുളം BRCക്ക് കീഴിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് 450 വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റിയാസ് കോമു രചിച്ച ഭരണഘടനയിലെ കല എന്ന പുസ്തകം അഡ്വക്കേറ്റ് ആതിര പ്രകാശനം നിർവഹിച്ചു. PS ഷാനു, PG ജയപ്രകാശ്, NC ഗീവർഗീസ്, CC ഷെറി, അനീഷ് ലോറൻസ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അംഗൻവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി. കുടിശ്ശികയായിട്ടുള്ള പണം എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലെ വർക്കർമാർ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അങ്കണവാടിയിലെ കുട്ടികൾക്ക് പച്ചക്കറികൾ വാങ്ങിയ വകയിലും കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല് തുടങ്ങിയവ അടച്ച വകയിൽ മാസങ്ങളായി പണം കിട്ടാതെ ജീവനക്കാർ വലയുകയാണ്. ഇതിനു പുറമെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിലേക്ക് പഞ്ചായത്ത് നൽകേണ്ട അധിക വാടകയും നൽകുന്നില്ല. ഈ തുകയും അങ്കണവാടി ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്നും കൊടുക്കേണ്ട അവസ്ഥയാണ്. തുച്ഛമായ ഓണറേറിയമാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം 3 ദിവസങ്ങളിലായി നടന്ന പൾസ് പോളിയോ നിർമ്മാർജ്ജന വാക്സിനേഷനിൽ വളണ്ടിയേഴ്സായി പങ്കെടുത്തവർക്ക് ലഭിക്കേണ്ട തുകയും ഇതുവരെയും നൽകിയിട്ടില്ല. അംഗൻവാടി ജീവനക്കാരോടുള്ള ഭരണസമിതിയുടെ അതുപോലെ സൂപ്പർവൈസർമാരുടെ അന്യായമായ രീതികളൊന്ന് നിർത്തണമെന്നൊരു ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. തുച്ഛമായ വേതനം വാങ്ങുന്ന അംഗൻവാടി വർക്കർമാരാണ് പച്ചക്കറിയുടെ ബില്ലായാലും പച്ചക്കറി, പാല്, മുട്ട, അതുപോലെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അതുപോലെ തന്നെ വാടക കെട്ടിടങ്ങളിൽ താൽക്കാലികം നിൽക്കുന്ന വാടക കെട്ടിടങ്ങളുടെ അധിക പൈസയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അംഗൻവാടി ജീവനക്കാരെ കൊണ്ട് അവരുടെ ജോലിയിൽപ്പെടാത്ത അധിക ജോലികൾ ചെയ്യിപ്പിക്കുകയാണെന്നും പരാതിയുണ്ട്. അംഗൻവാടി ജീവനക്കാരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC സംസ്ഥാന സെക്രട്ടറി ബിന്ദു കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. തുച്ഛമായ വേതനം കിട്ടുന്ന ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോകുമ്പോൾ ഒരുപാട് പേര് ഈ ഓണറേറിയം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികളായ ഞങ്ങളെ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എത്രയും വേഗം ഒരു മോചനം കിട്ടണം. അങ്കണവാടി ജീവനക്കാരോടുള്ള എരുമപ്പെട്ടി ഭരണസമിതിയുടെയും എരുമപ്പെട്ടി പഞ്ചായത്ത് ICDS സൂപ്പർവൈസറുടെയും അവഗണന അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ബിന്ദു കൃഷ്ണകുമാർ അറിയിച്ചു. ജാതിമതഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ഷെരീഫിലെ 24ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ചയുടെ കൊടിയേറ്റം മുഹമ്മദ് കുട്ടി മസ്താന്റെ കൊച്ചുമകൻ അബ്ദുൽ സമൂർ നിർവഹിച്ചു. ജലാലിയ റാത്തിബിന് സയ്യിദ് ഹുസൈൻ സക്കാഫി മുടിക്കലും സമൂഹ സിയാറത്തിന് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളും നേതൃത്വം നൽകി. ദിക്കർ ഹൽക്കയ്ക്ക് സമസ്ത കേരള ജമുഅത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായി, ഗുത്തുബിയത്തിന് ഉസ്താദ് സലീം റഷ്ദി ചിസ്തി സ്വാബരി കൊല്ലം എന്നിവർ നേതൃത്വം നൽകി. ട്രസ്റ്റ് ചെയർമാൻ MH മുഹമ്മദ് അലി, ട്രസ്റ്റ് അംഗം ഷൗക്കത്ത് അലി, ട്രസ്റ്റ് സെക്രട്ടറി VB ഷെരീഫ് തുടങ്ങിയവർ നേർച്ചയുടെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്നദാനമുണ്ടാകും. ഇതുപോലെ തന്നെ നാളെ വൈകിട്ട് 4 മണിക്ക് ശേഷവും നമ്മുടെ പരിപാടി രാത്രി ഏകദേശം 11 മണി വരെ ഉണ്ടാകും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒരു 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നമ്മുടെ പരിപാടികൾ. അതിൽ പ്രാർത്ഥനാ സംഗമങ്ങളുണ്ടാകും, ഭക്ഷണം അന്നദാനം ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ജാതി, മത, വർഗവർണ്ണ, രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ
ജനങ്ങൾ ഒഴുകി വരുന്ന സൗഹാർദ്ദത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു മുഖം. ഫെബ്രുവരി 8 മുതൽ 11 വരെ കുന്നംകുളത്ത് നടക്കുന്ന CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ദിനാചരണം ഞായറാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. പതാക ദിനത്തിന്റെ ഭാഗമായി ജനുവരി 26-ന് കുന്നംകുളം ഏരിയയിൽ 4900 കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തും. പാർട്ടി അംഗങ്ങളുടെയും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുടെയും വീടുകളിൽ പതാക രാവിലെ 7:30 ഉയർത്തും. 152 ബ്രാഞ്ചുകളിലും 3 കേന്ദ്രങ്ങളിൽ വീതം 8 മണിക്ക് ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പതാക ഉയർത്തും. 9 മണിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആനായ്ക്കൽ സെന്ററിലും AC മൊയ്തീൻ ചെമ്മണ്ണൂർ, NR ബാലൻ ചൂണ്ടൽ, MK കണ്ണൻ പെരുമ്പിലാവ്, UP ജോസഫ് മറ്റം, KV അബ്ദുൾ ഖാദർ ചിറക്കൽ, PK ഡേവിസ് മാസ്റ്റർ തിരുത്തിക്കാട്, PK ഷാജൻ പുതുശ്ശേരി, മുരളി പെരുന്നെല്ലി പോർക്കുളം, സേവ്യർ ചിറ്റിലപ്പള്ളി കേച്ചേരി, PK ചന്ദ്രശേഖരൻ ജെറുസലേം, KV നഫീസ കണ്ടാണശ്ശേരി, TK വാസു ആർത്താറ്റ്, KF ഡേവിസ് കൂനമൂച്ചി, എംബാലാജി കല്ലുംപുറം, AN സത്യൻ അയ്യന്നൂർ, ഉഷ പ്രഭുകുമാർ ആളൂർ, K കൊച്ചനിയൻ കരിക്കാട് എന്നീ കേന്ദ്രങ്ങളിൽ റെഡ് വളണ്ടിയർ സല്യൂട്ട് നൽകി പതാക ഉയർത്തും. വൈകിട്ട് 3 മണിക്ക് പ്രവാസി കുടുംബ സംഗമം CV സ്മാരക ഓപ്പൺ സ്റ്റേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA, KV അബ്ദുൾ ഖാദർ എന്നിവർ പങ്കെടുക്കും. കൊരട്ടിക്കര ജുമാ മസ്ജിദിന് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രികരായ പെരുമ്പിലാവ് പാതാക്കര ചൂണ്ടലാത്ത് വിജയന്റെ ഭാര്യ സരോജിനി, ചൂണ്ടലാത്ത് സജീഷിന്റെ ഭാര്യ പ്രിയ എന്നിവർക്കാണ് പരിക്ക്. ഇരുവരെയും പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ദയ ഹോസ്പിറ്റൽ ആൻഡ് എമർജൻസി കെയർ സെന്ററിന്റെയും തൃശൂർ ദയ ആശുപത്രിയുടെയും സഹകരണത്തോടെ വടക്കേക്കാട് ICS സ്കൂളിൽ പരിരക്ഷ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ICH SSS പ്രിൻസിപ്പൽ P അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ MK മുഹമ്മദ് യൂനുസ്, ചാവക്കാട് സബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ദീപ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ദയ ഹോസ്പിറ്റൽ പരിരക്ഷ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ S ഗായത്രി ക്ലാസ് നയിച്ചു. ദയ ഹോസ്പിറ്റൽ സ്റ്റാഫ് നഴ്സ് മിൽക്ക P ജോയ് സഹായിയായി. ചാവക്കാട് ഉപജില്ലയിലെ 8 സ്കൂളുകളിൽ നിന്നുള്ള 250ഓളം JRC പ്രതിനിധികളും സ്കൂളുകളിലെ JRC കൗൺസിലർമാരും പങ്കെടുത്തു. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 101ാമത് സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 24 മുതൽ 27 വരെയുള്ള തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് നവനാൾ തിരുകുർബാന, തിരുകർമ്മങ്ങൾ, പ്രസിദ്ധി വാഴ്ച എന്നിവയ്ക്ക് പുതുശ്ശേരി ഇടവക വികാരി ഫാദർ റോജോ എലവത്തിങ്കൽ കാർമ്മികനായി. രാത്രി 8 മണിക്ക് നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യവസായി ലാവിഷ് TL കൊച്ചൌസേബ് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, ഇല്ലുമിനേഷൻ കമ്മിറ്റി കൺവീനർ ബാബു പോൾട്ടി, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വർണ്ണവൈവിധ്യങ്ങളാൽ ദേവാലയവും പരിസരവും മനോഹരമായിട്ടുണ്ട്. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ ജോസ് കിടങ്ങൻ CMI കാർമ്മികനായി. വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പ്, ഭക്തിസാന്ദ്രമായ അമ്പ് വള എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ജെറിൽ മാളിയേക്കൽ മുഖ്യ കാർമ്മികനാകും. അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, കുർബാന എന്നിവയ്ക്ക് നവവൈദികൻ ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ കാർമ്മികത്വം വഹിക്കും. കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണമഴ, സ്റ്റേജ് ഷോ, മെഗാ ഫ്യൂഷൻ ഷോ എന്നിവയും തിങ്കളാഴ്ച പൂർവികർക്ക് വേണ്ടിയുള്ള റാസ, കുർബാന എന്നിവയും നടക്കും. കൊഴിഞ്ഞമ്പാറ മൈനർ സെമിനാരി പ്രൊക്യുറേറ്റർ ഫാദർ ജസ്റ്റിൻ തടത്തിൽ മുഖ്യ കാർമ്മികനാകും. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്, ഗാനമേള, കൊച്ചിൻ കാർണിവൽ എന്നിവയുടെ ഉദ്ഘാടനം ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണൻ നിർവഹിക്കും. തിരുനാളിന് വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരൻ PV തോമസ്, ജനറൽ കൺവീനർ MK ആന്റണി, പബ്ലിസിറ്റി കൺവീനർ വിനു ജോൺസൺ T, ജോയിന്റ് ജനറൽ കൺവീനർ PA വിൻസെന്റ്, ഫിനാൻസ് കൺവീനർ TL ജെയ്സൺ, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. പെരുമ്പിലാവ് ആൾത്തറ കൊടിക്കുന്നത്തുകാവ് പൂരം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ, നടപ്പറ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് മേൽശാന്തി രഞ്ജിത്ത് കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്ന് ഉച്ചയോടെ തുടങ്ങുന്ന പ്രാദേശിക പൂരങ്ങളിൽ 14 കമ്മിറ്റികൾ പങ്കെടുത്തു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. ദേവസ്വം പൂരത്തിന് കൊമ്പൻ പുതുപ്പള്ളി സാധു തിടമ്പേറ്റി. പ്രമുഖ കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയും നാടൻ കലാരൂപങ്ങൾ തെയ്യം, തിറ തുടങ്ങിയവയും പൂരത്തിന് മാറ്റേകി. ചൂണ്ടൽ മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വേല താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. വെള്ളി ശനി ദിവസങ്ങളിലായി ആഘോഷിച്ച താലപ്പൊലി മഹോത്സവത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 20ഓളം ഗജവീരന്മാർ.
വെള്ളിയാഴ്ച വൈകിട്ട് തട്ടകത്തെ വിവിധ ദേശങ്ങളിൽ നിന്നും തെയ്യവും നാടൻ കലാരൂപങ്ങളും താളമേള വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ആർപ്പും ആരവവും തീർത്ത വേലമഹോത്സവം നടന്നു. ശനിയാഴ്ച രാവിലെ 5:30 നട തുറക്കലിന് ശേഷം അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. ഭഗവതി പാട്ടിനെ തുടർന്ന് നടക്കൽ പറയും ഉണ്ടായി. ഉച്ചയ്ക്ക് ആലത്തിയൂർ മനയിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റി വക പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 4:30 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 6 മണിക്ക് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 6:45 മുതൽ പരമ്പരാഗത നാടൻ കലാരൂപങ്ങളായ കുതിര, കാള, പറയൻവേല എന്നിവ ക്ഷേത്ര നടപ്പുരയിലെത്തി സമാപിച്ചു. 7 മണിക്ക് ദീപാരാധനയും തുടർന്ന് നടക്കൽ പറവെപ്പുമുണ്ടായി. 8 മണിക്ക് തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം നടയടച്ചു. താലപ്പൊലി മഹോത്സവ ആഘോഷത്തിന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ VT ശരത്ത്, CD പരമേശ്വരൻ, ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും വേലൂർ പഞ്ചായത്തും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന സഭയിൽ വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ റോജിമോൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ഭവദാസ്, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ, VO ദീപ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മികച്ച സംരംഭകർക്കുള്ള അവാർഡ് ദാനം, ലോൺ, ലൈസൻസ് കൈമാറ്റം തുടങ്ങിയവയും നടന്നു. ഇന്ധനവില അനുദിനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകൾ കീഴടക്കുകയാണ്. കീശ ചോർച്ച തടയുന്നതിനൊപ്പം വായുമലിനീകരണം ഇല്ലാതാക്കാനും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം മുതൽക്കൂട്ടാകും. രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളിൽ പലരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത കേവലം സാമ്പത്തിക ലാഭം മാത്രമല്ല, മലിനീകരണമുക്തമായ പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്നതും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചോളം ഓക്കെയാണ്. ഈ ലോക്കൽ പർപ്പസിന് ഓക്കെയാണ്. നമുക്ക് ലോങ് ഡ്രൈവ്സ് പോകാൻ അത്ര കോൺഫിഡൻ്റ് ഇല്ല. കാരണം ടൈം ഒരുപാട് നമ്മൾ എക്സ്ട്രാ കയ്യിൽ വേണം, എന്നാലേ നടക്കുള്ളൂ. ചിലപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് വേറെ വണ്ടി ഉണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ചാർജായി നെക്സ്റ്റ് വേണം നമ്മുടെ വണ്ടി ചാർജ് ആവാൻ. സമയം എടുക്കും. അറൗണ്ട് ഒരു 1 hour എടുക്കും. 20 to 80% അല്ലെങ്കിൽ 100% ആവണമെങ്കിൽ മോർ ദാൻ 1 hour എടുക്കുന്നുണ്ട്. അടുത്തിടെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2027ഓടെ ഇന്ത്യയിൽ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്നാണ്. ഉയർന്ന തോതിലുള്ള വായുമലിനീകരണം കണക്കിലെടുത്താണ് റിപ്പോർട്ട്. രാജ്യത്ത് വൈദ്യുതക്കാർ രജിസ്ട്രേഷനിൽ 2ാം സ്ഥാനമാണ് കേരളത്തിന്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഇന്നത്തെ കാലത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പൊല്യൂഷനുള്ളൊരു കാലഘട്ടമാണ് നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പോൾ മെയിനായിട്ടുള്ള സൗണ്ട് പൊല്യൂഷൻ, അതുപോലെ എയർ പൊല്യൂഷൻ വളരെ മേജറായിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം എന്താ വെച്ചാൽ പണ്ട് കാലത്ത് നമുക്ക് മിനറൽ വാട്ടർ ബോട്ടിലല്ലായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളം കിട്ടാത്തൊരവസ്ഥ പോലെ വന്ന് നമുക്ക് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വരുന്നൊരവസ്ഥയിലോട്ട് എത്തി. മേ ബി ഫ്യൂച്ചറിൽ എയർ വരെ അങ്ങനെ വന്നേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നത് എന്തുകൊണ്ടും വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫ്യൂവൽ വെഹിക്കിൾസിനെ സംബന്ധിച്ച് ഇതിൽ നോക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴുള്ള കംഫർട്ട് കാര്യങ്ങൾ എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആണ്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും നിരത്തുകളിൽ നിറയുന്നത്. നികുതി ഇളവ്, സബ്സിഡി എന്നിവയെല്ലാം നൽകി ഇലക്ട്രിക് വാഹനങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് സാധാരണക്കാരന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിലുള്ള അതിവേഗ വളർച്ചയും വൈദ്യുത വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. എങ്ങനെയാണ് മൊത്തത്തിൽ EV വാഹനത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞത്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതൊരു പുതിയൊരു ഇന്നോവേഷൻ ആയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2 വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്രോളിന് ഡെയിലി പൈസ കൊടുക്കണം. ആ പൈസ കണക്കാക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ മെച്ചമായിട്ട് തോന്നുന്നത്. പിന്നെ അതിൻ്റേതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതിനുള്ളൊരു കംഫർട്ടും ഉണ്ട്. ഫസ്റ്റിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റും അതുപോലെ പെട്രോൾ എക്സ്പെൻസൊക്കെ നോക്കുമ്പോൾ ലോങ് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എന്നെ സംബന്ധിച്ച് 1-2 പ്രാവശ്യമൊക്കെ ഇത് റിക്കവറിയിൽ കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ടും ബാറ്ററി ഡൗൺ ആയിട്ടല്ല, അല്ലാത്ത തരത്തിലുള്ള ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും കാലത്തിന് മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
സൗകര്യങ്ങളിൽ മാത്രമല്ല റേഞ്ചിലും കരുത്തിലുമെല്ലാം പെട്രോൾ ഡീസൽ വാഹനങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയാണ് അതിവേഗമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിപ്പ്. പഴഞ്ഞി മാർ ബസേലിയസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചെറക്കൽ ഗുഹ സന്ദർശിച്ചു. തുടർന്ന് നടന്ന പ്രകൃതി നടത്തത്തിൽ പ്രദേശത്തെ ചെറുവള്ളിക്കടവും അനുബന്ധ പാടവും തോടും പമ്പ് ഹൗസും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. 3ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ തൊട്ടറിയാൻ നടത്തിയ യാത്ര വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. യാത്രയ്ക്ക് പ്രധാന അധ്യാപകൻ G+ ജോർജ്, അധ്യാപകരായ KTCC സിംന സണ്ണി, നിസ വർഗീസ്, MPTA പ്രസിഡന്റ് ജൂബി സജി എന്നിവർ നേതൃത്വം നൽകി. കഞ്ചാവ് കച്ചവടം ചോദ്യം ചെയ്തതിന് മുസ്ലിം ലീഗ് നേതാവിനെയും സഹോദരന്മാരെയും ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റവരെ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്നലാംകുന്ന് സ്വദേശികളായ മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും STU മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പടിഞ്ഞാറയിൽ നസീർ, സഹോദരൻ ഷാഹുൽ ഹമീദ്, ബന്ധുക്കളായ പടിഞ്ഞാറയിൽ ഷഹീർ, കോട്ടപ്പുറത്ത് ബാദുഷ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരെ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്നലാംകുന്ന് സ്വദേശികളായ 3 പേർക്കെതിരായാണ് പരാതി നൽകിയിട്ടുള്ളത്. തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തുന്നതിനെ ചൊല്ലി പ്രതികളുമായി വ്യാഴാഴ്ച രാത്രിയിൽ നസീർ വാക്കേറ്റത്തിലേർപ്പെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് വെള്ളിയാഴ്ചത്തെ ആക്രമണമെന്ന് പറയുന്നു. മന്നലാംകുന്ന് ബീച്ചിൽ യോഗം കഴിഞ്ഞു നിൽക്കുകയായിരുന്ന നസീറിനെയും സഹോദരന്മാരെയും അക്രമി സംഘം മർദ്ദിച്ചു എന്നാണ് പരാതി. നസീറിനെ ആക്രമിക്കുന്നതറിഞ്ഞ് ബീച്ചിന് സമീപത്തെ തങ്ങളുടെ വീടുകളിൽ നിന്ന് ഓടിയെത്തിയ സഹോദരന്മാരെയും ആക്രമിക്കുകയായിരുന്നുവെന്നും പ്രതികളുടെ പേരിൽ വടക്കേക്കാട് പോലീസിൽ നേരത്തെയും കേസുള്ളതായും പരിക്കേറ്റവർ പറഞ്ഞു. മർദ്ദനത്തെ തുടർന്ന് ആരോഗ്യനിലയിലുണ്ടായ വ്യതിയാനത്തെ തുടർന്ന് നസീറിനെ പിന്നീട് അമല ആശുപത്രിയിലേക്ക് മാറ്റി. നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദ കൂട്ട് ചാവക്കാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ച് എനർജി റിലീഫ് ട്രൂപ്പ് പരിശീലനം സംഘടിപ്പിച്ചു. MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബിഫെസ്റ്റ് എയ്ഡ് ആൻഡ് സേവ് ലൈഫ് എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ആസ്റ്റർ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അപർണ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്ത് പരിശീലന ക്ലാസ് നയിച്ചു. ഡോക്ടർ P. മധുസൂദനന്റെ അധ്യക്ഷതയിൽ MRRM സ്കൂൾ പ്രിൻസിപ്പൽ MD ഷീബ, പ്രധാന അധ്യാപിക M. സന്ധ്യ, NSS പ്രോഗ്രാം ഓഫീസർ CB ഭവ്യ, KV സോഷ്യ, ആസ്റ്റർ മെഡിസിറ്റി മാനേജർ റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. MRRM സ്കൂൾ, മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വളണ്ടിയർമാർ പങ്കെടുത്തു. നമ്മൾ ചാവക്കാട്ടുകാർ ഭാരവാഹികളായ KC ശിവദാസ്, AR അബ്ദുൾ റസാഖ്, PK ഷബീർ, കമറു കരീം, ജനാർദ്ദനൻ മണ്ഡകത്തിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ബദനി മാനേജ്മെന്റ് കീഴിലുള്ള ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ 37ാമത് വാർഷികാഘോഷം നടന്നു. മരിയൻ ഗാല 25 എന്ന പേരിൽ ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എന്റർപ്രണറുമായ ഫൈസൽ ചീരൻ, സഹധർമ്മിണി ഷീജ ഫൈസൽ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. സെന്റ് മേരീസ് നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ റീന ഡേവിസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ പ്രിൻസിപ്പൽ C. ഷേബ ജോർജ്, ബിംസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, കുമാരി ഇവാന, കുമാരി S. ലിൻ ജോക്സൺ എന്നിവർ സംസാരിച്ചു. ക്ലാസ് ടോപ്പർമാർക്കുള്ള സമ്മാന വിതരണവും ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തിയ കേക്ക് ഡെക്കറേഷൻ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. ബദനി സെന്റ് മേരീസ് നഴ്സറിയിൽ 17 വർഷം സേവനമനുഷ്ഠിച്ച ഷിജി ജാക്സന് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. തുടർന്ന് സെന്റ് മേരീസിലെ കുരുന്നുകളുടെ വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. കേച്ചേരി അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 46ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും പുതിയ സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് PA സാദിഖ് അധ്യക്ഷനായി. ചൂണ്ടൽ പഞ്ചായത്ത് അംഗം VP ലീല, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ലുദീഷ്, സ്കൂൾ മാനേജർ ബഷീർ ഹാജി, മാനേജ്മെന്റ് പ്രതിനിധികളായ അബ്ദുൾ റഹ്മാൻ ഹാജി, കമറുദ്ദീൻ, ഷറഫുദ്ദീൻ, പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ്, പ്രധാനാധ്യാപിക സുമി റോസ്, ഡോക്ടർ ബിജു CM, രാഹുൽ ബാബു എന്നിവർ സംസാരിച്ചു. 17 വർഷത്തെ സേവനത്തിന് ശേഷം മാതൃവിദ്യാലയത്തിലേക്ക് മടങ്ങുന്ന വിജി ടീച്ചർക്ക് ഉപഹാരം സമ്മാനിച്ചു. കലാകായിക മേഖലകളിൽ മികച്ച വിജയം നേടിയ പ്രതിഭകളെയും പൊതുപരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവരെയും ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. AS സിറാജുദ്ദീൻ, ജീസൺ കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കടവലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിക്ക് ഒതളൂർ ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തു തുടങ്ങി. പൊന്നാനി കോൾപ്പടവിൽപ്പെട്ട കൃഷിക്ക് വെള്ളം നൽകുന്നത് സംബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പമ്പിംഗ് തുടങ്ങിയത്. ജലസേചന വകുപ്പിന്റെ കീഴിലാണ് പമ്പ് ഹൌസ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു പൈപ്പ് തുറന്ന് വെള്ളം നൽകാനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത്. കോൾപ്പാടങ്ങളിലെ പുഞ്ചകൃഷിയും കടവലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിയും
ഓരോ സമയത്ത് തുടങ്ങുന്നതാണ് വെള്ളത്തിനുള്ള പിടിവലിയും തർക്കവും ശക്തമാകാൻ കാരണം. 4 വർഷത്തോളമായി ഇതേ അവസ്ഥയാണ്. ജലസേചന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പലപ്പോഴും സമവായം ഉണ്ടാക്കിയിരുന്നത്. ഫെബ്രുവരിയിൽ ഇരുഭാഗത്തും വെള്ളത്തിന് ക്ഷാമം പതിവാണ്. ഒതളൂർ ഭാഗത്തെ തോട്ടിൽ അപ്പോൾ ബാക്കിയാകുന്ന വെള്ളം തങ്ങളുടെ കൃഷിക്ക് പോലും തികയാറില്ലെന്നും ആ ഭാഗത്തെ കർഷകർ പറയുന്നു. കഴിഞ്ഞ തവണ വരൾച്ച മൂലം വൻ നഷ്ടമാണ് ഉണ്ടായതെന്നും അവർ പറഞ്ഞു. അടുത്ത ആഴ്ചയോടെ കടവല്ലൂരിലെ തോടുകളിലെ വെള്ളവും വറ്റും. പിന്നീട് ഈ ഭാഗത്തെ കൃഷിക്ക് ഒതളൂർ ബണ്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളമല്ലാതെ മറ്റു മാർഗമില്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇരുഭാഗത്തെ കൃഷിക്കും വരൾച്ച ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കടവല്ലൂരിലെ കൃഷി 1 മാസം മുമ്പ് തുടങ്ങുകയാണ് ഒരു പരിഹാരമെന്ന് കർഷകർ പറയുന്നു. പാടം കൃഷിക്കായി നേരത്തെ ഒരുക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് കടവല്ലൂരിലെ കർഷകർ പറയുന്നത്. മരണാനന്തരം ഭൗതിക ശരീരം പഠനത്തിനായി മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാനുള്ള തീരുമാനവുമായി ദമ്പതികൾ. കടപ്പുറം, ബ്ലാങ്ങാട്, കണ്ണമ്മൂട്, കണ്ടരശ്ശേരി ബാലകൃഷ്ണൻ ഭാര്യ റിട്ടയർഡ് അധ്യാപിക സുലോചന എന്നിവരാണ് സമൂഹത്തിന് മാതൃകയായത്. മരണാനന്തര ചടങ്ങുകൾ നടത്താനായി ചെലവഴിക്കേണ്ടി വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനും ദമ്പതികൾ തീരുമാനിച്ചു. ശാസ്ത്രത്തിന്റെ മികവിലാണ് തങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നും ശാസ്ത്രത്തിലാണ് വിശ്വാസമെന്നും ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ബാലകൃഷ്ണൻ പറഞ്ഞു. നമിത വിനയൻ, നികിത അനീഷ്, വിനിത സന്ദീപ് എന്നിവർ മക്കളാണ്. ചൂണ്ടൽ സാന്തോം ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഫെബ്രുവരി 1-2 തീയതികളിലായിട്ടാണ് ഉണ്ണീശോയുടെയും കന്യകാ മാതാവിന്റെയും യൗസേ പിതാവിന്റെയും സെബാസ്ത്യാനോസിന്റെയും തോമസ് ലീഹയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നു. കൊടിയേറ്റത്തെ തുടർന്ന് തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ ദിവ്യബലി നടക്കും. ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, കൈക്കാരന്മാരായ CJ ജിജു മാസ്റ്റർ, PA ജോൺസൺ എന്നിവർ നേതൃത്വം നൽകും. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കൂത്തൂർ കാർമ്മികനായി ദിവ്യബലിയും നൊവേന, ലതീഞ്ഞ എന്നിവ നടന്നു. തുടർന്ന് രൂപം എഴുന്നള്ളിപ്പും നേർച്ച വെഞ്ചിരിപ്പും ഉണ്ടായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവലിന്റെ സെക്രട്ടറി ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനാവും. ഫാദർ വിന്നി വർഗീസ് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ദേവാലയം ചുറ്റി ഭക്തി നിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. ഉച്ചയ്ക്ക് 2-ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് രാത്രി 9:30 ദേവാലയത്തിലേക്കെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴയും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടാകും. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ CO ജെയ്സൺ, CB ബെന്നി, തിരുനാൾ ജനറൽ കൺവീനർ ജോൺസൺ നമ്പഴിക്കാട്, ജോയിന്റ് ജനറൽ കൺവീനർ CJ കൊച്ചുമാത്യു എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. ഗുരുവായൂർ പോലീസ് SHO C പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നടൻ ശിവജി ഗുരുവായൂർ എന്നിവർ മുഖ്യാതിഥികളായി. റിട്ടയർഡ് SP RK ജയരാജ്, PP വർഗീസ്, അനിൽ കല്ലാട്ട്, മണലൂർ ഗോപിനാഥ്, ഇന്ദിര സോമസുന്ദരൻ, ജോർജ് പോൾ നീലങ്കാവിൽ, പ്രഹ്ലാദൻ മാമ്പറ്റ്, MK നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. കലാമത്സരങ്ങളും സ്നേഹവിരുന്നുമുണ്ടായി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ കർമ്മല മാതാവിന്റെയും സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തിനിർഭരമായി. ജനുവരി 22 മുതൽ 25 വരെയുള്ള തീയതികളിലായാണ് സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. വെള്ളിയാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാന നടന്നു. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യകാർമ്മികനായി. തയ്യൂർ പള്ളി വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് ബാൻഡ്, ശിങ്കാരിമേളം, ഫ്യൂഷനും ഉണ്ടായിരുന്നു. ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം സെമിത്തേരിയിൽ ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ് നടന്നു. വൈകിട്ട് 7 മണിക്ക് ചെമ്മീൻ ബാൻഡ് മെഗാഷോയും ഉണ്ടായി. ഞായറാഴ്ച മതബോധന ദിനാഘോഷം നടക്കും. തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പഴയടത്ത് എന്നിവർ നേതൃത്വം നൽകും. ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചക്കാലക്കൽ, കൈക്കാരന്മാരായ ഔസേപ്പ് വാഴപ്പള്ളി, ബാബു ജോർജ് താണിക്കൽ, ജോസഫ് പുലിക്കോട്ടിൽ, സാബു കുറ്റിക്കാട്ട്, മറ്റ് കമ്മിറ്റിക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ലോട്ടറി വിൽപ്പനക്കാരന്റെ കയ്യിൽ നിന്ന് 10,000 രൂപയുടെ ലോട്ടറി തട്ടിയെടുത്തു. നായരങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ലോട്ടറി വിൽപ്പനക്കാരനായ വയലത്തൂർ സ്വദേശി കണ്ണന്റെ കയ്യിൽ നിന്നാണ് തന്ത്രപൂർവ്വം ലോട്ടറി തട്ടിയെടുത്തത്. നോക്കാനെന്ന വ്യാജേന ലോട്ടറി
കയ്യിലെടുക്കുകയും തിരിച്ചു നൽകുകയും ചെയ്തു. പക്ഷേ തിരിച്ചു നൽകിയത് പഴയ ടിക്കറ്റുകളാണെന്ന് പിന്നീടാണ് കണ്ണൻ തിരിച്ചറിഞ്ഞത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. മുത്തൂറ്റിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു ചങ്ങായി വണ്ടി ടിക്കറ്റ് നോക്കിയപ്പോൾ ആൾ പറ്റിയില്ല പറഞ്ഞിട്ട് പോയി. പിന്നെ എൻ്റെ ടിക്കറ്റൊക്കെ നോക്കി, എന്നിട്ട് ഒരാൾ പോയി. ഞാൻ വൈകിട്ടൂർ ഇരിക്കുന്ന ആളാണ്. 240 ടിക്കറ്റ് പോയി. ആൾ പോയിട്ട് ഇങ്ങനെ കാണുന്നു സംഭവം. ഇങ്ങനെ ഇടയ്ക്ക് ഇല്ലാത്ത സംഭവം. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 61ാമത് ജില്ലാ സമ്മേളനവും യാത്രയപ്പും വിദ്യാഭ്യാസ സെമിനാറും അവാർഡ് ദാനവും ചാവക്കാട് നടന്നു. ശനിയാഴ്ച കാലത്ത് 9 മണി മുതൽ ചാവക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ 3 സെഷനുകളിലായി നടത്തിയ ചടങ്ങിന് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ദീപുകുമാർ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. തുടർന്ന് നടത്തിയ വിദ്യാഭ്യാസ സെമിനാർ ചാവക്കാട് ഡിഇഒ പി വി റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി പി ഡി ജോസ് ക്ലാസ് നയിച്ചു. ജില്ലാ സമ്മേളനം എൻ കെ അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് എൻ വി മധു ആമുഖ പ്രഭാഷണം നടത്തി. ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു. CH ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി CC പെറ്റർ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ KR മണികണ്ഠൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വനിതാ ഫോറം പ്രസിഡന്റ് കെ ലിറ്റി ജോസഫ്, പോൾ ജോബ്, സംസ്ഥാന ട്രഷറർ CC ഷാജു, ഇമ്മാനുവൽ വിൻസെന്റ്, KA സുനിൽകുമാർ, MRRM സ്കൂൾ പ്രിൻസിപ്പാൾ MD ഷീബ, സന്ധ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ജില്ലയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഘടനയിലെ അംഗങ്ങൾക്ക് യാത്രയപ്പ് നൽകി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MV വിജയലക്ഷ്മി മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് നൽകിയും ആദരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പ്രഥമ ദേവാലയമായ ഭദ്രാസന ഇടവകയുടെ കീഴിലുള്ള അഞ്ഞൂർ മാർ ബഹനാം ചാപ്പലിന്റെ പെരുന്നാളിന് കൊടിയേറി. ഫെബ്രുവരി 1-2 തീയതികളിലായി ആഘോഷിക്കുന്ന പെരുന്നാളിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ അപ്രേം അന്തിക്കാട് നിർവഹിച്ചു. ഇടവക സെക്രട്ടറി ബാബു ചെമ്മണ്ണൂർ, ട്രഷറർ റെജി കുണ്ടുകുളങ്ങര, ഇടവക കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും ആശീർവാദവും കൈമുത്തും നേർച്ചയും ഉണ്ടാകും. ഫെബ്രുവരി 2 രാവിലെ 8 മണിക്ക് പ്രാതഃ നമസ്കാരം, 8:30 വിശുദ്ധ കുർബാന തുടങ്ങി അങ്ങാടി ചുറ്റിയുള്ള റാസയും ആശീർവാദവും കൈമുത്തും നേർച്ച സദ്യയും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽമാർ ബെസൂലിയസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ചെത്തുതൊഴിലാളിയുമായിരുന്ന കരുമത്തിൽ ശങ്കരന്റെ 65ാമത് രക്തസാക്ഷി ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി കാക്കശ്ശേരിയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണം മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, CF രാജൻ, ലതി വേണുഗോപാൽ, തുളസി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഗീതാസ്വാദകർക്ക് മറക്കാനാകാത്ത അനുഭവമേകി TM കൃഷ്ണയുടെ കച്ചേരി കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഗീത വിരുന്ന്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന സന്ദേശവുമായി വിവിധ സംഘടനകൾ നടത്തിയ പരിപാടിയിലാണ് കൃഷ്ണയുടെ കച്ചേരി അരങ്ങേറിയത്. അക്കരെ ശുഗലക്ഷ്മി വയലിനിലും ശാലിനി ശ്രീനിവാസ് മൃദംഗത്തിലും വെള്ളാറ്റന്നൂർ ശ്രീജിത്ത് ഘടത്തിലും മേളമൊരുക്കി. കർണാടക സംഗീതത്തിലെ യുവതലമുറയിലെ വായ്പാട്ടുകാരിൽ ഒരാളായ തൊടൂർ മാസബുസി കൃഷ്ണ എന്ന TM കൃഷ്ണ ആദ്യമായിട്ടാണ് കുന്നംകുളത്തെത്തുന്നത്. വ്യവസായിയായ TM രംഗാചാരിയുടെയും സംഗീതജ്ഞയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായ പ്രേമയുടെയും പുത്രനായി ചെന്നൈയിൽ ജനിച്ച കൃഷ്ണ വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി കച്ചേരികൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനാണ്. ചെങ്കൽപ്പേട്ട് രംഗനാഥനും ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരുക്കന്മാർ. സംഗീത സംബന്ധിയായ ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിലും സംഗീത അധ്യാപനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള കൃഷ്ണയുടെ നിരവധി ആൽബങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെ മ്യൂസിക് അക്കാദമി സംഘടിപ്പിച്ച സ്പിരിറ്റ് ഓഫ് യൂത്ത് സീരീസിൽ നടന്ന കൃഷ്ണയുടെ ആദ്യ സംഗീത കച്ചേരി ഏറെ പ്രശസ്തമായിരുന്നു. കുന്നംകുളം സബ് ജില്ലാ ജൂനിയർ റെഡ് ക്രോസ് സെമിനാർ ചൂണ്ടൽ ഡീപ്പോൾ സ്കൂളിൽ സംഘടിപ്പിച്ചു. സബ് ജില്ലാ കൺവീനർ ജിമ്മി തരകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗം പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളൻ VC ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ജോജു PV ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ട്രാഫിക് വിംഗ്
ASI ബാബു ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ നയിച്ചു. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് മെഡിക്കൽ ടീം പ്രാഥമിക ചികിത്സയെക്കുറിച്ച് ക്ലാസ് നടത്തി. കൗൺസിലർമാരായ ശ്രീജ പുതുമനക്കൽ, ഷീന കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചനൂർ സ്കൂളിൽ വിദ്യാർത്ഥികൾ പച്ചക്കറി തോട്ടം ഒരുക്കി. സ്കൂൾ അങ്കണത്തിലാണ് പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നത്. ജൈവ കർഷക അവാർഡ് ജേതാവും കൊച്ചനൂർ സ്കൂളിൽ നിന്ന് വിരമിച്ച മുൻ അധ്യാപികയുമായ സുനിത പി രവീന്ദ്രൻ പച്ചക്കറി തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സുമംഗലി, അധ്യാപകരായ അഞ്ജലി, ബ്ലസ്സി, കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടത്തിന് വളമായി മണ്ണിര കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റിന് ആവശ്യമായ മണ്ണിരയും മുൻ PTA പ്രസിഡന്റും ജൈവ കർഷകനുമായ ബിജു കണ്ടംപള്ളി സ്കൂളിന് നൽകി. കോൺഗ്രസ് തൈക്കാട് 7ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരവ് 2024 എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് RV ഷാജഹാൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി PK രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് BV ജോയ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ നഗരസഭ അയൽക്കൂട്ടങ്ങളിൽ ടൂലിപ്പ് ഇന്റേൺഷിപ്പ് നേടിയ ഹരിശ്രീ അയൽക്കൂട്ടത്തെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കവിതാ രചനയ്ക്ക് A ഗ്രേഡ് നേടിയ PR ഷിഫ ഷെറിൻ, നാടിന്റെ പാട്ടുകാരനായ ജോസ് കൊള്ളനൂർ, നാട്യകലയിൽ നാടിന്റെ അഭിമാനമായി മാറിയ രാധാമണി ചിറ്റാട് എന്നിവരെയും ആദരിച്ചു. കോൺഗ്രസ് നേതാക്കളായ AP ബാബു മാസ്റ്റർ, ജോയ് ചെറിയാൻ, PS രാജൻ, ജലീൽ പണിക്ക വീട്ടിൽ, MV ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ പഴഞ്ഞിയിൽ സുവിശേഷ യോഗം സംഘടിപ്പിക്കുന്നു. പാലക്കൽ ഓഡിറ്റോറിയത്തിൽ ജനുവരി 26 ഞായറാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ നടക്കുന്ന സുവിശേഷ യോഗത്തിൽ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ PM സ്ലീബ, ബിജി എബ്രഹാം കോലഞ്ചേരി എന്നിവർ വചന ശുശ്രൂഷ നിർവഹിക്കും. യോഗത്തിന് വരുന്നവർക്ക് വാഹന സൗകര്യം ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു. 2024-2025 സാമ്പത്തിക വർഷത്തിൽ ചൊവ്വനൂർ പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥയായി നടപ്പിലാക്കുന്ന SC വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പഠനോപകരണ വിതരണം, വീട് റിപ്പയർ, ജനറൽ എന്നീ പദ്ധതികൾ നിലവിലുള്ള ഗുണഭോക്തൃ ലിസ്റ്റിൽ അർഹതയുള്ള ഗുണഭോക്താക്കൾ 31-ാം തീയതിക്ക് മുൻപ് രേഖകൾ ഹാജരാക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. റേഷൻ കടയുടെ സ്തംഭനാവസ്ഥയിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് SDPI കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. അഞ്ചങ്ങാടി വളവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സെന്ററിൽ സമാപിച്ചു. SDPI പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KH ഷാജഹാൻ, പഞ്ചായത്ത് ട്രഷറർ നിസാമുദ്ദീൻ, ഹനീഫ TH, ജാഫർ VA, ഷാനി ബ്ലാങ്ങാട്, അജ്മൽ തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. SDPI കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പെരുമ്പിലാവിലും പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാഫി താഴത്തേതിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ഷറഫുദ്ദീൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മജീദ്, പഞ്ചായത്ത് ട്രഷറർ സദറുദ്ദീൻ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ SDPI വടക്കേക്കാട് സെന്ററിൽ ധർണ നടത്തി. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നവാസ് കല്ലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ വടക്കേക്കാട് സ്വാഗതവും സുബേർ വള്ളിയിൽ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 7530 രൂപ, സ്വർണ്ണം പവന് 60,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചർമ്മം വടകരയിൽ താമസിക്കുന്ന ചാലിശ്ശേരി ചെറുവത്തൂർ പരേതനായ കൊച്ചുണ്ണി ഭാര്യ അച്ചാമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതയായ ശാന്ത, തങ്കമണി, പ്രേമി, ലില്ലി, രാജൻ, ബാബു, ചിന്നൻ, ചാർലി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. റേഷൻ വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടുകൂടിയാണ് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായതെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ. യൂട്യൂബർ മണവാളനെ ജയിലധികൃതർ ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുകയും അനുവാദമില്ലാതെ മുടിയും താടിയും മുറിച്ച് കളയുകയും ചെയ്തതായി മാതാപിതാക്കൾ. ഇത് സംബന്ധിച്ച് ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയതായും കുടുംബം. രാജ്യത്തിന്റെ തലയ്ക്കുമീതെ വർഗീയത നടമാടുമ്പോൾ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ, മാനവികതയുടെ, മതനിരപേക്ഷതയുടെ സന്ദേശം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് സിലബസും പഠിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി അഞ്ചുമൂലയിൽ റോഡിൽ നിർമ്മാണം നടക്കുന്ന കലുങ്ക് പാലത്തിന്റെ കുഴിയിൽ ബൈക്ക് വീണ യാത്രക്കാരന് പരിക്ക്. ഗുരുതര പരിക്കേറ്റ പെരിന്തൽമണ്ണ സ്വദേശിയായ വൈഷ്ണവനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂചനാ ബോർഡ് സ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.